നിഷ്കളങ്കമായി ചിരിക്കുന്ന കൂട്ടുകാരുടെ വേദനയിൽ സ്വയം വേദനിക്കുന്ന ഒരു പെൺകുട്ടിയെ അവന് ഓർമ്മ വന്നു. അച്ചു നെറ്റിയൊഴിഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിരുന്ന ചൂരൽ കസേരയിൽ ഇരുന്നു. വൈദു റൂമിലെത്തുമ്പോൾ വിക്രം ബെഡിലിരിക്കുകയായിരുന്നു. ഡോക്ടർ കിടക്കുന്നില്ലേ? അവൾ മുടിയഴിച്ചിട്ട് ചീക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ ഇവിടെയല്ല. അവനത് പറഞ്ഞപ്പോൾ അവൾ കണ്ണു കൂർപ്പിച്ചു നോക്കി. എന്നോട് പിണക്കമാണോ? നീ ടെറസിലേക്ക് വാ. അവനതും പറഞ്ഞ് ഫോണെടുത്ത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ടെറസിലേക്കുള്ള വാതിൽ തുറന്നു കയറി. പിന്നെ ആ വാതിൽ കുറ്റിയിട്ടു. വൈദു അവനെ അന്തിച്ചു നോക്കി നിൽപ്പാണ്. ഇപ്പൊ മൊത്തത്തിലൊരു മാറ്റമാണ്. ചാടിക്കടിക്കാനൊന്നും വരുന്നില്ല. പിന്നെ ചെറുതല്ലാത്ത ഒരു സ്നേഹവുമുണ്ട്. ചെറിയ ചെറിയ കുസൃതികളും ഒപ്പിക്കുന്നുണ്ട്. മുന്നിലേക്ക് നോക്കിയ വൈദു അന്തം വിട്ടു നിന്നു. ടെറസിന്റെ ഫ്ലോറിൽ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അതിൽ നിറയെ റോസ് പെറ്റൽസ് വിതറിയിട്ടുണ്ട്. ചുറ്റും സുഗന്ധമാർന്ന കാൻഡിൽസ് കത്തിച്ചു വെച്ചിട്ടുണ്ട്. തൂവള്ള ബെഡ്ഷീറ്റിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ റോസാപ്പൂക്കൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കെട്ടിവെച്ചിരുന്ന അവളുടെ തലമുടി ഒന്നാകെ അവൻ അഴിച്ചിട്ടു. പിന്നിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തു. വൈദു ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. ഡോക്ടർ, അവൾ വിറയലോടെ വിളിച്ചു. വിക്രം അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. സ്വതവേ ചുവന്ന കവിളണകൾക്ക് ഇപ്പോൾ മൂവന്തി ചുവപ്പിന്റെ നിറമായിട്ടുണ്ട്. അവൻ അവളുടെ ഇരു കവിളുകളിലും കൈ ചേർത്ത് അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. നെറ്റിയിൽ നേർമയായി ഒരു ചുംബനം നൽകി. പിന്നെ ഇരു കണ്ണുകളിലും കവിളുകളിലും താടിത്തുമ്പിലും. അവൾ അവൻ്റെ ടീഷർട്ടിൽ മുറുക്കി പിടിച്ചു. നേർമയായി അധരങ്ങളെ ചുംബിക്കുമ്പോൾ അവളിൽ നിന്നും ഉയർന്ന ശബ്ദങ്ങളെ അവൻ കൂടുതൽ വികാരപരവശനാക്കി. മേരി ജാൻ, അവൻ മൃദുവായി വിളിച്ചപ്പോൾ അവൾ ആലസ്യം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. എല്ലാ അർത്ഥത്തിലും എൻ്റേതാകാൻ നിനക്ക് സമ്മതമാണോ? വൈദു അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി വെച്ചു നിന്നു. വിക്രം അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. നിലാവിനെയും നക്ഷത്രങ്ങളും അവളുടെ ഒന്നുചേരലിന് സാക്ഷികളാവാൻ പോകുകയാണെന്നോർക്കെ അവൾ മുഖം പൊത്തിക്കളഞ്ഞു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ മേനിയിലാകെ ചിത്രങ്ങൾ വരച്ചു. അവളെന്ന ചിത്രത്തെ പൂർത്തിയാക്കാൻ അവനെന്ന ചിത്രകാരൻ തൻ്റെ ചായക്കൂട്ടുകൾ ചാലിപ്പിച്ചെടുത്തു. ഇരുവരും പരസ്പരം നഗ്നരായപ്പോൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൾ തൻ്റെ നഗ്നത മറച്ചു. അവളിൽ വികാരത്തിൻ്റെ തീവ്രത കൂട്ടി. ഏതോ ഒരു നിമിഷം വിക്രം സാവധാനം അവളിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ വൈദു ഒരേങ്ങലോടെ അവൻ്റെ ചുമലിൽ നഖമാഴ്ത്തി. അവളിൽ വേദന പൊടിഞ്ഞപ്പോൾ അത് മായ്ച്ചു കളഞ്ഞ് പതിയെ അവൻ അവളെന്ന പെണ്ണിനെ പൂർണ്ണയാക്കി. കിതപ്പോടെ അവളിലേക്ക് താഴ്ന്നു വീഴുമ്പോഴും അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തിരുന്നു അവൻ. കൺകോണിലൂടെ ഒഴുകിയിറങ്ങിയ നീർക്കണങ്ങളെ തുടച്ചുമാറ്റി പലവട്ടം അവളുടെ മുഖമാകെ ചുംബിച്ചു. ക്ഷീണത്തോടെ കണ്ണടച്ച് കിടക്കുന്നവളെ അവനൊന്ന് നോക്കി. വെളുത്ത ബെഡ്ഷീറ്റിൽ വട്ടത്തിൽ കിടക്കുന്ന ഉണങ്ങിയ പാടിലേക്ക് അവൻ നോക്കി. ഒരിക്കൽ വിവാഹിതയായ പെണ്ണാണ്. പക്ഷേ മറ്റൊരു വിവാഹം കഴിച്ചിട്ടും കന്യകയായി തുടർന്നവൾ. നിന്നെ പൂർണ്ണയാക്കാൻ ജനിച്ചത് ഞാനാണ് മേരി ജാൻ. അന്തരീക്ഷം മഴയ്ക്ക് മുന്നൊരുക്കം കൂട്ടിയപ്പോൾ വിക്രം അവളെ പുതപ്പിൽ പൊതിഞ്ഞെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ ആരും തന്നെ ടെറസിൻ്റെ ഭാഗത്തേക്ക് വരാറില്ല. ചൂടുവെള്ളം എടുത്ത് നന്നായി മേല് കഴുകി വന്ന് കിടക്കുക, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. ഡോക്ടറിൻ്റെ ഭാവത്തിൽ അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു വീണ്ടും ടെറസിലേക്ക് പോയി. ബെഡ്ഷീറ്റും ബെഡും കൊണ്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. വൈദ്യ അപ്പോൾ ഫ്രഷ് ബെഡിൽ വന്ന് കിടന്നു. അയഞ്ഞ അനാർക്കലി കോട്ടൺ കുർത്തിയാണ് അവൾ ഇട്ടിരുന്നത്. ആദ്യത്തെ തവണയായതുകൊണ്ട് തന്നെ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു. ഗുളികയും ചൂടുവെള്ളവും കുടിപ്പിച്ചാണ് അവൻ അവളെ കിടത്തിയത്. വിക്രം വന്ന് അടുത്ത് കിടന്നപ്പോൾ വൈദ്യു അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നു. വേദനയുണ്ടോ? വല്ലാത്ത പുകച്ചിൽ പോലെ അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം ഇങ്ങനെയാണ്, പിന്നെ ശരിയായിക്കോളും. കള്ള ഡോക്ടറെ, മുൻപരിചയം ഉള്ളതുപോലെയാണല്ലോ പറയുന്നത്. മുഖമുയർത്തി കൂർപ്പിച്ചു നോക്കി പറയുന്നവളെ കണ്ട് അവന് ചിരി വന്നു. ഞാൻ ഷുഗറിൻ്റെ ഡോക്ടർ മാത്രമല്ലടി, ജനറൽ മെഡിസിൻ കൂടിയാണെന്ന് ഭാര്യ മറന്നുപോയോ? പനിയും യൂറിനറി ഇൻഫെക്ഷനുമായി എത്ര പേരാണ് വരുന്നത്? വൈദു നാക്ക് കടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു. എനിക്ക് സ്വന്തമായി വിളമ്പാൻ കഞ്ഞിപ്പാത്രം ഉള്ളപ്പോൾ ഞാൻ ഇതിനെ കുഞ്ഞെ അന്യൻ്റെ പാത്രത്തിൽ കൈയിട്ട് വരുന്നേ? വൈദു അയ്യേ എന്ന ഭാവത്തിൽ അവനെ നോക്കി മുഖം പൊത്തി കളഞ്ഞു. രാവിലെ വൈദു കണ്ണു തുറക്കുമ്പോൾ ശരീരത്തിൽ ആകെ ഒരു വയ്യാകിയായിരുന്നു. പതുക്കെ എണ്ണീറ്റിരുന്നവൾ അടുത്തു നോക്കി. വിക്രം എഴുന്നേറ്റ് പോയിരുന്നു. ഇങ്ങർക്കൊരു കുഴപ്പമില്ലേ? വൈദു തല കുടഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി. അവൾ പയ്യെ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് പോയി. ലേഖ എല്ലാവർക്കുമുള്ള ചായ എടുക്കുകയായിരുന്നു. അയ്യോ, മോളിഞ്ഞു വന്നോ? കുഞ്ഞും പറഞ്ഞു മോൾ അവിടെ വീണു എന്നും മേലാകെ വേദനയാണെന്നും. വൈദു കണ്ണു തള്ളി ലേഖയെ നോക്കി. അല്ലെങ്കിലും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എറിയുന്നതാ ആളിൻ്റെ ഒരു കഴിവാണല്ലോ. അതമ്മേ, ഞാൻ റൂമിൽ ഈ ചായ കുടിക്ക്, എന്നിട്ട് ഒരു കഷായം ഉണ്ടാക്കി തരാം.
പിന്നെ എണ്ണയിട്ട് ചൂടുവെള്ളം കൊണ്ട് ആവി പിടിക്കണം. വൈദുവിന് ചിരിയും കരച്ചിലും വന്നു. ലോകത്താദ്യമായിട്ടായിരിക്കും മരുമകൾക്ക് ഫസ്നേരിൻ്റെ ക്ഷീണം മാറാൻ അമ്മായിയമ്മ കഷായം ഉണ്ടാക്കുന്നത്. അതൊന്നും വേണ്ടമ്മേ, ഡോക്ടർ മരുന്ന് തന്നു, ചെറിയൊരു ബോഡി പെയിൻ, അത്രേ ഉള്ളൂ. ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ, റെസ്റ്റ് എടുക്കുക, അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ലേഖ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിക്രം ജോഗിങ് കഴിഞ്ഞു വന്നു. വൈദുവിന് അവനെ നോക്കാൻ ഒരു ചമ്മലൊക്കെ തോന്നിയെങ്കിലും അവനൊരു ഭാവമാറ്റവുമില്ലായിരുന്നു. എങ്ങനുണ്ട്, ബോഡി പെയിൻ ഉണ്ടോ? അവൾ കൊടുത്ത ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ചോദിച്ചു. നല്ലയാളാ, അമ്മ ഇന്നനെ വാട്ടി പുഴുങ്ങിയെടുത്തേനെ. ഞാൻ വീണെന്ന് ഡോക്ടർ കള്ളം പറഞ്ഞല്ലേ? വൈദു അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. വിക്രം പെട്ടെന്ന് അവളുടെ കാതോരം ചുണ്ടുകൾ അടുപ്പിച്ചു. വൈദു ഒന്ന് വിറച്ചുപോയി. പിന്നെന്താ ഞാൻ പറയണ്ടേ? ഞാൻ എൻ്റെ ഭാര്യയെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞതിൻ്റെ വേദന എന്ന് പറയണമായിരുന്നു. ഡോക്ടർ! അവൻ്റെ വിരലുകൾ അവളുടെ അരയിൽ അമർന്നപ്പോൾ വൈദു വിറയലോടെ അവനെ വിളിച്ചുപോയി. തൽക്കാലം റെസ്റ്റ് എടുക്കുക കേട്ടോ, ഇനി അങ്ങോട്ട് റെസ്റ്റ് കിട്ടാനേ പോകുന്നില്ല. ചുണ്ടിൽ അമർത്തിക്കടിച്ചുകൊണ്ട് അവൻ കുസൃതിയോടെ വാഷ്റൂമിൽ കയറിപ്പോയപ്പോൾ വൈദുവിൻ്റെ മേലാകെ ഒരു തരിപ്പ് കയറി. പിന്നെ ചുണ്ടിലൊരു നാണത്തിൽ കുതിർന്ന പുഞ്ചിരി വിരിഞ്ഞു. കോറിഡോറിൽ കൂടി നടന്നു വരുമ്പോഴാണ് എതിരെ നടന്നു വരുന്ന അനുവിനെ അച്ചു കാണുന്നത്. എന്തോ ആലോചിച്ച് നടപ്പാണ് അവൾ. മുഖമാകെ നിരാശാഭാവമാണ്. പതിവ് പ്രസന്നത നഷ്ടപ്പെട്ടു പോയ മുഖത്ത് അച്ചു വേദനയോടെ നോക്കി. അടുത്തെത്തിയപ്പോൾ അനു അവനായി ഒരു വിളറിയ പുഞ്ചിരി നൽകി കടന്നുപോയപ്പോൾ അച്ചു അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. അനു നടത്തം നിർത്തി അവനെ തിരിഞ്ഞു നോക്കി. അച്ചുവിന് അവളോട് എന്തോ ചോദിക്കണമെന്നറിയില്ലായിരുന്നു. എന്തിനായിരുന്നു അവളെ വിളിച്ചു നിർത്തിയത് എന്നറിയില്ലായിരുന്നു. പക്ഷെ ഒന്നറിയാം, തന്നോട് തോന്നിയ പ്രണയത്തിൻ്റെ ഫലമാണ് അവൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന്. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് സമ്മതിച്ചത് അതേ പ്രണയം കൊണ്ടാണ്. തേജസ്സോടെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വൈദുവിന് അവൾ എന്നും ഒരു തണലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഞാൻ സാറിനെ കാണാൻ ഇരിക്കുകയായിരുന്നു, അനു പറഞ്ഞപ്പോൾ അച്ചു അവളെ സംശയത്തോടെ നോക്കി. ഞാൻ റിസൈൻ ചെയ്യുകയാണ്. അച്ചു ഞെട്ടലോടെ അവളെ നോക്കി. ഞാൻ കാരണമാണോ? ഒരിക്കലും അല്ല സർ, ഞാൻ കാരണമാണ്. വിവാഹം ഉടനെ നടത്താനാണ് ഏട്ടൻ്റെ തീരുമാനം. ആദ്യം ഞാൻ ഇവിടുന്ന് മാറണമെന്നാണ് ഏട്ടൻ പറയുന്നത്. തൻ്റെ ഏട്ടൻ ഇത് എന്തിൻ്റെ കേടാ? ഇഷ്ടമില്ലാത്ത വിവാഹം കഴിപ്പിക്കാൻ അയാളുടെ ജീവിതം അല്ലിത്. അനു ഒന്ന് ചിരിച്ച് അവനെ നോക്കി. കാരണമുണ്ട് സർ, ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ. എനിക്കൊരു ചേച്ചി കൂടിയുണ്ട്, അനുശ്രീ. പ്രണയവിവാഹമായിരുന്നു അവളുടേത്. പക്ഷേ ഒരു മുഴം കയറിൽ. അനു കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. മൂത്തതാണ് ചേച്ചി, രണ്ടാമത്തേത് ഏട്ടനും. ഒരു 12കാരൻ്റെ മനസ്സ് അന്ന് കല്ലായിപ്പോയി. പ്രണയത്തെ വെറുത്തു. ചേച്ചിയെ അയാൾ കൊന്നതാണ്. പുതിയൊരു ബന്ധം കിട്ടിയപ്പോൾ ചേച്ചി അയാൾക്കൊരു ഭാരമായി. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ഒരു കുടുംബത്തിലെ അടുത്ത പെൺകുട്ടിയും ഒരാളെ പ്രണയിച്ചാൽ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് സാറിനറിയില്ലേ? അച്ചുവിന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അവൾ നടന്നകലുന്നത് ഒരു വേദനയോടെ അവൻ നോക്കി നിന്നു. ഇന്നാണ് അനുവിൻ്റെ നിശ്ചയം. വൈദുവും സഞ്ജുവുമാണ് പോയത്. അച്ചുവിനെയും വിക്രത്തെയും വിളിച്ചിരുന്നെങ്കിലും അച്ചു പോകാത്തത് കാരണം വിക്രമും പോയില്ല. കരിമ്പച്ച പട്ടുസാരിയായിരുന്നു അനു എടുത്തിരുന്നത്. അധികം ചമയങ്ങളില്ലായിരുന്നെങ്കിലും അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മുഖത്ത് വിഷാദം നിറഞ്ഞു നിന്നിരുന്നു. വൈദു ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. ഒന്നിച്ചുകൂടിയാൽ കളിയും ചിരിയും മാത്രമുള്ള ആ കൂട്ടുകാർ 3 പേരും മൂകരായിരുന്നു. സഞ്ജു അനൂപിനൊപ്പം ഓരോന്നിനും ഓടി നടന്നു. പയ്യനും കൂട്ടരും എത്തിയെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അനു കണ്ണുകൾ ഇറുക്കിയടച്ച് ശ്വാസം വിട്ടു. ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിക്കേണ്ടി വരുന്ന എല്ലാ നിസ്സഹായതയും അനുവിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. വൈദു, ഞാൻ... അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ വൈദു തുടച്ചു കൊടുത്തു. ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട, സമയമുണ്ടല്ലോ. മോതിരം മാറ്റമൊന്നുമല്ലല്ലോ, വാക്കുറപ്പിക്കലല്ലേ, നടക്കട്ടെ. അനൂപേട്ടനോട് ഞാൻ സംസാരിക്കാം, വൈദു അവളെ ആശ്വസിപ്പിച്ചു. കാറിൽ നിന്നിറങ്ങിയ പയ്യനെ നോക്കി സഞ്ജു മുഖം ചൊളിച്ചു. അനൂപിൻ്റെ മുഖത്തും അതേ ഭാവമായിരുന്നു. പയ്യനെ ഏട്ടൻ നേരത്തെ കണ്ടില്ലായിരുന്നോ? സഞ്ജു രൂക്ഷമായി ചോദിച്ചപ്പോൾ അനൂപ് മറുപടിയില്ലാതെ നിന്നു. കൊള്ളാം, അനിയത്തിക്ക് പറ്റിയ പയ്യൻ. സഞ്ജു പുച്ഛത്തോടെ മാറി നിന്നു. 40-നോടടുത്ത് പ്രായം വരുന്ന ഒരാളായിരുന്നു അത്. കഷണ്ടിയും കുട്ടിനരയും പിടിച്ചിട്ടുണ്ട്. അവിടെ കൂടിയ ബന്ധുക്കളൊക്കെ മൂക്കത്ത് വിരൽ വെച്ചുപോയി. അച്ഛാ, ഇയാളുടെ ഫോട്ടോ അല്ലല്ലോ ബ്രോക്കർ കാണിച്ചത്. നമ്മളെല്ലാം അന്വേഷിച്ചതല്ലേ, ഇതാരാ? അനൂപ് അനുവിൻ്റെ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹവും വല്ലാതെ നിൽക്കുകയായിരുന്നു. എന്നാലും വാര്യരെ, നല്ലൊരു കൊച്ചിനെ പിടിച്ച് ഇവനെ പോലെ ഒരുവൻ തലയിലാണോ കെട്ടിവെക്കുന്നേ? ഇനി കൊച്ചിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു കാരണവർ പരിഹാസത്തോടെ ചോദിച്ചപ്പോൾ അനുവിൻ്റെ അച്ഛൻ തല കുനിച്ചു നിന്നു. അവിടെ നിന്നേ, ബ്രോക്കർ ഫോട്ടോ കാണിച്ചത് നിങ്ങളുടെയല്ല, നിങ്ങൾക്ക് വീട് മാറിയതാവും. അനൂപ് അയാളുടെ വീട്ടുകാരോട് പറഞ്ഞു. ഒന്നും മാറിയിട്ടില്ല.
വിളിച്ചു വരുത്തി അപമാനിക്കുന്നു. ചെറുക്കൻ്റെ അച്ഛൻ ചൂടായപ്പോൾ പ്രശ്നം രൂക്ഷമാകുന്നത് കണ്ട് സഞ്ജു ഇടയ്ക്ക് വന്നു. അനുപേട്ട, ബ്രോക്കറെ ഇങ്ങോട്ട് വിളിക്ക്. അയാളോട് തന്നെ ചോദിക്കാം. അല്ലാതെ ഇയാളുടെ കൂടെ അനുവിനെ പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല. സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ അനൂപ് ബ്രോക്കറുടെ നമ്പർ എടുത്തു വിളിച്ചു. അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ ഇത് വെറും തട്ടിപ്പാണെന്ന്? ഞങ്ങൾ കേസ് കൊടുക്കും. അതുവരെ മിണ്ടാതിരുന്ന ചെറുക്കൻ ശബ്ദമുയർത്തി. കൊടുത്താലും ഞങ്ങൾക്കൊന്നും ഇരടോ. പറ്റിക്കപ്പെട്ടത് ഞങ്ങളാണ്. ഇനി ഇവിടുന്ന് ഷോ കാണിച്ചാൽ അകത്തു പോകുന്നത് താനായിരിക്കും. സഞ്ജു മുണ്ടുമടക്കി കുത്തി മുന്നോട്ട് വന്നു നിന്നപ്പോൾ അവരൊന്ന് പേടിച്ചു. പുറത്തെ ബഹളം കേട്ട് ഇറങ്ങി വന്നതാണ് വൈദു. എന്താ ആൻറ്റി അവിടെ? അവിടെ നിന്നൊരു ആൻറ്റിയോട് അവൾ ചോദിച്ചപ്പോൾ അവർ അവളെ നോക്കി. എന്തു പറയാനാ മോളെ, ചെറുക്കനാണെന്നും പറഞ്ഞ് എൻ്റെ പ്രായമുള്ള ഒരുത്തിനെ കൊണ്ടുപോയി നിർത്തിയേക്കുന്നു. പ്രായമോ പോട്ടെ, പറഞ്ഞു വന്നപ്പോൾ രണ്ടാം കെട്ടുകാരനാണെന്ന്. ഇന്നലത്തെ കാലത്ത് ശരിക്കും അന്വേഷിക്കുന്നതാണ് ഒരു പെണ്ണിനെ കെട്ടിച്ചുവിടുന്നത്. വൈദു പക്കപ്പോടെ അവരെ നോക്കി. ഉള്ളിൽ ചെറുതല്ലാത്തൊരു സന്തോഷവും തോന്നി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അനു അച്ഛനെയും അമ്മയും അനൂപിനെയും നോക്കി. ഒരാളോട് ഇഷ്ടം തോന്നിപ്പോയി. ശരിയാണ് എന്ന് കരുതി എൻ്റെ ജീവിതം ഇങ്ങനെ കുരുതി കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ലേട്ടാ. ഞാൻ അത്രയ്ക്ക് ഭാരമാണെങ്കിൽ ഈ ജീവൻ എടുത്തു തരാൻ ഞാൻ. അനു അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞു പോയപ്പോൾ സഞ്ജു അവളെ പിടിച്ചു നിർത്തി. നീ എന്തിനാ ജീവിതം അവസാനിപ്പിക്കുന്നത്? നിന്നെ മനസ്സിലാക്കാത്ത ഇവർക്ക് വേണ്ടിയോ? ആർക്കും ഒരു നഷ്ടവുമില്ല, നിനക്കല്ലാതെ. മര്യാദയ്ക്കായി മുഖം കഴുകുക. സഞ്ജു രൂക്ഷമായി പറഞ്ഞപ്പോൾ അനു ഒന്നും മിണ്ടാതെ പോയി. അനുപേട്ട, ദൈവത്തെ ഓർത്ത് അവൾക്ക് താല്പര്യമില്ലാതെ കെട്ടിച്ചുവിടരുത്. നാളെ ഒരു വിസ്മയോ ഉത്രയോ ആകാൻ അനുവിനെ തള്ളിവിടരുത്. സഞ്ജു അതും പറഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ വൈദുവും അവൻ്റെ പിന്നാലെ ഇറങ്ങി. രാത്രിയിൽ ഹാളിലിരുന്ന് അനുവിൻ്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു വൈദു. കഷ്ടമായി പോയല്ലേ. വല്യേട്ടനോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ പേരില ആ ചേച്ചി എന്തൊക്കെ അനുഭവിക്കുന്നത്, ചാരു വിഷമത്തോടെ പറഞ്ഞു. അച്ചുവിന് പിടിവാശിയാണ്. ആ കുട്ടിയെ കൂട്ടിയാൽ എന്താ കുഴപ്പം? മൂക്കി പല്ലു വന്നിട്ടാണോ ഇനി കല്യാണം? ലേഖ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ ഇഷ്ടമല്ലേ ചേച്ചി നമ്മൾ നോക്കണ്ടേ? ആ കുട്ടിയുടെ അച്ചുവിന് അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. വീണ തൻ്റെ അഭിപ്രായവും പറഞ്ഞു. ഇതൊക്കെ കേട്ട് അച്ചു സ്റ്റെപ്പ് ഇറങ്ങി വരികയായിരുന്നു. ചാരു അവനെ സൂക്ഷിച്ചു നോക്കി. മുഖത്ത് എന്തോ ഒരു വാട്ടമുണ്ട്. വൈദു, വിക്രം അന്വേഷിക്കുന്നു. അച്ചു പറഞ്ഞപ്പോൾ വൈദു നേരെ മുകളിലേക്ക് പോയി. അച്ചു, അറിഞ്ഞില്ലേ നീ ആ കുട്ടിയുടെ കാര്യം? ലേഖ ചോദിച്ചപ്പോൾ അച്ചു നോക്കി. നാളെ നമുക്ക് ആ കുട്ടിയുടെ വീട് വരെ പോകണം. അച്ചു അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോൾ 3 പേരും മെഴിച്ചു നോക്കി. അച്ചു പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൂടി അനുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് അച്ചു ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ അവൻ നല്ല ഗൗരവത്തിലായിരുന്നു. രാമകൃഷ്ണനും രാധാകൃഷ്ണനും പോയിരുന്നില്ല. വിക്രമുണ്ടായിരുന്നു. കുഞ്ഞേട്ടത്തി, എനിക്ക് തോന്നുന്നത് വല്യേട്ടൻ അനുവദിച്ച് പെണ്ണ് കാണാൻ പോകുന്നതാണോ എന്ന് ചാരു പറഞ്ഞപ്പോൾ വൈദു അതെയോ എന്ന ഭാവത്തിൽ അവളെ നോക്കി. ഏട്ടൻ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ടറിയാം. വിക്രമും തൻ്റെ അഭിപ്രായം പറഞ്ഞു. അനുവിൻ്റെ വീട്ടുമുറ്റത്ത് 2 കാറുകൾ വന്നു നിന്നപ്പോൾ അനൂപ് സംശയത്തോടെ മുറ്റത്തേക്ക് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ അവൻ അമ്പരപ്പോടെ നോക്കി. അതുതന്നെയായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ. എന്താ എല്ലാവരും കൂടി ഒരു മുന്നറിയിപ്പില്ലാതെ? അനൂപ് വിക്രത്തെ വിളറിയ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങോക്കട്ടേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അകത്തേക്ക് വരൂ. അനൂപിൻ്റെ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അനുവിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ ചായ ഇട്ടു. ലേഖയും വീണയും കണ്ണുകൾ കൊണ്ട് അനുവിനെ തിരയുകയായിരുന്നു. മോളെവിടെ? ലേഖ ചോദിച്ചപ്പോൾ അനുവിൻ്റെ അമ്മ അകത്തേക്ക് നോക്കി. അപ്പോഴേക്കും പുറത്ത് ആരുടെയൊക്കെയോ ശബ്ദം കേട്ട് അനു എണ്ണീറ്റ് വന്നിരുന്നു. പ്രതീക്ഷിക്കാതെ അവരെയൊക്കെ കണ്ട ഞെട്ടലിലായിരുന്നു അനു. ലേഖ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോയി കൈപിടിച്ച് അവളെ നോക്കി. വല്ലാതെ മാറിപ്പോയല്ലോ മോളെ. അനുവിൻ്റെ തെളിച്ചം നഷ്ടപ്പെട്ട മുഖം നോക്കി ലേഖ പറഞ്ഞു. അവളുടെ നോട്ടം അച്ചുവിലേക്ക് പാളി. ആ നിമിഷം തന്നെ അവനും അവളെ നോക്കി. ഇനി ഞങ്ങൾ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയാം. അച്ചു അതും പറഞ്ഞ് അനുവിൻ്റെ അച്ഛനെ നോക്കി എഴുന്നേറ്റു. എന്നെ സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ ഒരുപാട് വേദന അനുഭവിച്ചില്ലേ അനുഗ്രഹം? അതിൻ്റെ പേരിൽ ആരും ഒന്നും അവളെ പറയണ്ട. എനിക്ക് അനുഗ്രഹയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. എല്ലാവരും പകപ്പോടെ അവനെ നോക്കി. അതിപ്പോൾ അനൂപ് അമ്പരെന്ന പോലെ അവനെ നോക്കി. അനു എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളെയൊക്കെ അവളുടെ മനസ്സിലുള്ളത് മായ്ച്ചു കളയാനുള്ള കാരണം എന്താണെന്ന്. പക്ഷേ ഒന്ന് ഓർക്കണമായിരുന്നു, അവൾക്കും ഒരു മനസ്സുണ്ടെന്ന്. ഒട്ടും കംഫർട്ട് അല്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് വലിയ വേദനയാടോ. അനൂപ് മറുപടിയില്ലാതെ മുഖം കുനിച്ചു നിന്നു. അനു വിതുമ്പലോടെ തലകുനിച്ചപ്പോൾ വൈദു അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും കുറച്ചു സമയത്തേക്ക് മൗനമായിരുന്നു. പിന്നെ അനുവിൻ്റെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി. അറിയാലോ, ഞാനൊരു സാധാരണക്കാരനാണ്. നിങ്ങളെപ്പോലെ ഉള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. നാളെ ഒരിക്കൽ എൻ്റെ മോള് നിങ്ങൾക്കൊരു ബാധ്യതയാകാതിരിക്കാനാണ് ആദ്യമേ എതിർപ്പ് പറഞ്ഞത്.
ഞങ്ങൾ ആദ്യമേ പണക്കാരായിരുന്നില്ല അച്ഛാ. അച്ഛനും ചെറിയച്ഛനും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ നിലയിലെത്തിയത്. വിക്രമാണ് പുഞ്ചിരിയോടെ അത് പറഞ്ഞത്. അനുവിൻ്റെ അച്ഛൻ അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു അനാഥയാണ്. രാമേട്ടൻ എന്നെ കൂടെ കൂട്ടിയത് എൻ്റെ സമ്പത്തോ കുടുംബമോ നോക്കിയല്ല. അതുപോലെ വൈദുമോളെയും വിക്രം സ്വീകരിച്ചത് സമ്പത്ത് നോക്കിയല്ല. അനുവിനെ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇനിയും ഈ കുട്ടിയുടെ കണ്ണീർ കാണാതിരിക്കരുത്. മറുപടി ഞങ്ങളെ അറിയിച്ചാൽ മതി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ലേഖയാത്രയും പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ നോക്കി. യാത്ര പറഞ്ഞു പോകാൻ നേരം അച്ചു അനുവിനെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. പേരറിയാത്തൊരു നോവ് അവൻ്റെ നെഞ്ചിൽ വിങ്ങി. അന്ന് രാത്രിയിൽ തന്നെ അനൂപ് അനുവിൻ്റെ ഫോണിൽ നിന്നും വൈദുവിനെ വിളിച്ച് അവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചു. അച്ചു ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഒരിക്കൽ കൂടി നിറഞ്ഞ സദസ്സിന് മുന്നിൽ കല്യാണപ്പയ്യനായി നിൽക്കില്ലെന്ന്. ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട് മതിയെന്ന് അവൻ പറഞ്ഞപ്പോൾ അനൂപ് നീരസം പ്രകടിപ്പിച്ചു. ആകെയുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അനൂപ് പറഞ്ഞപ്പോൾ അതുതന്നെ മതിയെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ. അച്ചു അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. എല്ലാം ഒതുക്കി വെച്ചിട്ട് റൂമിലെത്തിയതാണ് വൈദു. അപ്പോഴാണ് അവൾക്ക് സഞ്ജുവിന് ഫോൺ വരുന്നത്. വിക്രം ബെഡിലിരുന്ന് ലാപ്പിലെന്തോ ചെയ്യുന്നുണ്ട്. ഡി പെണ്ണെ. വലിയ സന്തോഷത്തിലാണ് ഫോൺ എടുത്ത പാടെയുള്ള അവൻ്റെ വിളി. വൈദു ഫോൺ സ്പീക്കറിലിട്ട് തുണി മടക്കാൻ തുടങ്ങി. എന്താടാ ഇത്ര ഹാപ്പി? ഡോക്ടർ അടുത്തുണ്ടോടി? ഉണ്ട്, നീ പറയേ. അളിയോ. അവൻ്റെ നീട്ടിവിളിയിൽ വിക്രം ചിരിയോടെ വിളി കേട്ടു. ഉടനെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരണം കേട്ടോ. എനിക്ക് ഇറ്റലിയിൽ പോകാൻ എല്ലാമായി. വൈദുവും വിക്രവും അമ്പരപ്പോടെ മുഖത്തോട് മുഖം നോക്കി.